മലങ്കര മാർത്തോമ മെത്രാപ്പൊലീത്ത മുമ്പാകെ ബാംഗ്ലൂർ കൊത്തന്നൂർ മാർത്തോമ കോൺഗ്രിഗേഷന് വേണ്ടി ട്രസ്റ്റിമാരും വികാരിയും കൂടി എഴുതി വായിച്ച് സമർപ്പിക്കുന്ന ഉടമ്പടി. മലങ്കര മാർത്തോമ സഭയിലെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ അധികാരത്തിന് വിധേയമായും ബാംഗ്ലൂർ കൊത്തന്നൂർ മാർത്തോമ കോൺഗ്രിഗേഷൻ അംഗങ്ങളുടെ ആരാധന, വിശുദ്ധ കൂദാശകൾ, വചന ശുശ്രൂഷകൾ മുതലായവ നടത്തുന്നതിനുമായി പ്രസ്തുത കോൺഗ്രിഗേഷൻ്റെ മുതൽ ഉപയോഗിച്ചും മറ്റു സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിച്ചും ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളതാകുന്നു. ഈ പള്ളിയിൽ ഇപ്പോഴുള്ള അംഗങ്ങളും ഭാവിയിൽ നിയമാനുസൃതം ഇവിടെ അംഗങ്ങളാകുന്നവർക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂദാശ 2019 മാർച്ച് മാസം 30-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തുന്നതിന് മെത്രാപ്പൊലീത്ത അനുമതി നൽകിയിരിക്കുന്ന പ്രകാരം കൂദാശ നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് കോത്തന്നൂർ മാർത്തോമ കോൺഗ്രിഗേഷന് വേണ്ടി ശ്രീ ജോൺ വർഗീസ് മുതൽ ചുമതല ട്രസ്റ്റി, ശ്രീ കുരുവളമാണി കണക്കൻ ട്രസ്റ്റി, റവറൻ ബെന്നി മാത്യു എം ഇടവക വികാരി. ബാംഗ്ലൂർ 30 മാർച്ച് 19. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഗായകസംഘം സെനേൻ യഹോവ എന്നുള്ള പാട്ട് തുടർന്ന് പാടുന്നതും ഗായകസംഘം മുൻപിൽ അച്ഛന്മാർ പിറകെ വന്ന രീതിയിൽ തന്നെ ജനങ്ങൾ അതിന് പിന്നാലെ കയറി അകത്ത് പ്രവേശിക്കാവുന്നതാണ്.
കർത്താവേ നിൻ ബസുഗാസായൻ വാതിലിൽ മുട്ടി അനുഗ്രഹമിരക്കും നേൻ വഴി തെറ്റിട്ടകലെ പോയൊരു പാപി ഞാനയ്യോ അനുതപിച്ചവയെ വിട്ടു ഞാൻ നിൻ കൃപയാൽ ജീവിപ്പാനരുൾക ദയവാനേ നിൻ വാതിൽ വിട്ടെവിടെ പോയി മുട്ടിടുന്നങ്ങൾ മന്നിലെ നൃപര വന്നിത ബഹുമാനിതനാം മന്ന നിൻ കൃപ നിന്നോട് പ്രാർത്ഥിക്കാഞ്ഞ ലങ്ങൾക്കായി മറ്റാരിരന്നീടും. ദൈവമേ യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് സാധ്യമാക്കിയ രക്ഷാകര സംഭവങ്ങളുടെ നിദാനമായിരിക്കുന്ന കുരിശ് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ത്രോണോസിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നതാണ്. സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിൻ്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായിട്ട് തന്നെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഭസ്മോദാബോ ഉദാവരോ വദരോഹായോ കാദീശോ ദലഹായേ ദലോലം ഉൽമീൻ ആമീൻ. ഹറാനണച്ച ധൂപം പോൽ പ്രാർത്ഥന സ്വീകരിക്ക ജനയതുപോലെ ശുശ്രൂഷ കൈകൾ കടലിൽ ആടിയാർക്കുത്തരം അരുളി ശോഭാനീര പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം. നിന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ കടങ്ങൾ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദൈവമായ കർത്താവേ, ഹൃദയവെടിപ്പോടും നിർമ്മല മനസ്സോടും കൂടെ ഞങ്ങൾ നിന്റെ മധുബഹായിൽ പ്രവേശിച്ച് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രസാദിച്ച് സകല മാലിന്യങ്ങളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ കഴിവെടിപ്പാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ നിന്നുള്ള ഒത്തിരിയും പങ്ക് ലഭിപ്പാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. മക്കളെ വിശുദ്ധിയിൽ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു. സഭയെ നിന്റെ ബഹുമാനത്തെ വർദ്ധിപ്പിക്കുകയും തെറ്റായ മാർഗത്തിൽ നിന്ന് നീ രക്ഷിക്കപ്പെടുവാനായി തൻ്റെ സ്ലീബായാൽ നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്ത പുത്രനായ ദൈവത്തിന് നീ എഴുന്നേറ്റ് സ്തുതി പാടുക. സഭയെ നീ എഴുന്നേറ്റ് ശോഭിക്കായി. എന്തുകൊണ്ടെന്നാൽ നിന്റെ പ്രകാശം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നിന്റെ കോണുകളെ പ്രകാശിപ്പിച്ച് നിന്റെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ പട്ടക്കാരെ നിയമിച്ചിരിക്കുന്നു. സഭയെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം കൊണ്ടും നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ സ്ലിഹന്മാരിൽ പ്രധാനിയായ ശമയോനും യാക്കോബും മത്തായും അവരുടെ സഖാക്കളും നിന്റെ നിമിത്തം കഷ്ടത സഹിച്ചു. സ്വർഗീയ മണവാളന്റെ മണവാട്ടിയായ വിശുദ്ധ സഭയെ നീ ഭാഗ്യവതിയാകുന്നു. ഇതാ നിന്റെ പ്രതിഷ്ഠയെങ്കിൽ സ്വർഗവും ഭൂമിയും അവയിലുള്ള സകലവും സന്തോഷിക്കുന്നു. സഭയെ രാജാക്കന്മാർ തങ്ങളുടെ കിരീടങ്ങളോടും ജാതികൾ സ്തുതിഗാനങ്ങളോടും അതിൽ പ്രവേശിക്കേണ്ടതിന് നിന്റെ വാതിലുകൾ തുറക്ക. രാപ്പകൽ അത് അടയ്ക്കപ്പെടാതിരിക്കട്ടെ. നൽവരങ്ങൾ ധാരാളമുള്ളവനും നല്ലവയും അവർണ്ണനീയവുമായ ദാനങ്ങളിൽ ഐശ്വര്യവാനുമായിരിക്കുന്ന സമുദ്രമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ സകല പൂർണ്ണതയെയും നിന്റെ പരിശുദ്ധ റൂഹായുടെ നാൽവരങ്ങളും ഐശ്വര്യമുള്ള ദാനങ്ങളും കൊണ്ട് നീ അലങ്കരിച്ച് ശോഭിപ്പിക്കണമേ. പാപത്തിന്റെ മലിനത കൂടാതെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇളവ് കൂടാതെയുള്ള സ്തുതി ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയത് എപ്പോഴും എപ്പോഴും തന്നെ.
സ്വർഗീയ പിതാവായുള്ളോവേ, നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ലോകത്തിന് നീ നൽകിയ ആ നിന്റെ സമാധാനം എല്ലാ സ്ഥലങ്ങളിലും ഭൂമിയുടെ എല്ലാ അരുവികളിലും വാഴുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകണമേ. സഭകളിലും ദൈരകളിലും അത് വർദ്ധിച്ച് വിസ്തീർണമായി വരണമേ. അനുസരണമില്ലാത്ത എല്ലാ ശക്തികളെയും ഇടിച്ചു കളഞ്ഞ് അതിൻ്റെ കാൽ കീഴ് താഴ്ത്തുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകപുത്രനോടും വിശുദ്ധ റൂഹായോടും കൂടെ നിന്റെ തിരുനാമം പരിശുദ്ധമാകുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കരുണകളും ഉപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യത ഉള്ളവരായി തീരണമേ. രാജാക്കന്മാരുടെയും സകല ലോകങ്ങളുടെയും രാജാവും താൻ മാത്രം നാശമില്ലാത്തവനും അദൃശ്യനും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല പിതൃത്വവും തന്നിൽ നിന്ന് നാമധേയപ്പെടുന്ന പിതാവായി സർവശക്തനായ ദൈവവും താൻ മുഖാന്തരം തന്നോടുള്ള അടുപ്പം നമുക്ക് സമ്പാദ്യമാക്കി തന്നവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി അറിയപ്പെട്ട് വിശ്വസിക്കപ്പെടുകയും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് പ്രബലീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പള്ളികൂദാശയുടെ ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും തനിക്ക് യോഗ്യവുമായിരിക്കുന്നു. ദിവ്യവരങ്ങളെ വിഭാഗിച്ച് കൊടുക്കുന്നവനും വരങ്ങളും നൽവരങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നവനുമായ ദൈവമേ, നിന്റെ നിത്യകരുണകളാൽ നിനക്കുള്ള ഭാഗ്യസ്ഥിതിയിൽ തനിച്ച് സന്തോഷിക്കാതെ മറ്റുള്ളവരുടെ മേലും അതിനെ ചിന്തി ഒഴുക്കിക്കൊടുപ്പാൻ നിനക്കിഷ്ടം തോന്നി. നിന്റെ ദിവ്യാലോചനയുടെ സന്തോഷത്തിൽ നിന്നോടുകൂടെ അംശികളാക്കുവാൻ മനുഷ്യരെ നീ സൃഷ്ടിച്ചു. നിന്റെ സ്വരൂപത്തിൽ അവനെ നീ ഉണ്ടാക്കി. അറിവും വിവേകവുമുള്ള ആത്മാവോടും വിശേഷ അലങ്കാരങ്ങളോടും കൂടെ അവനെ നീ ക്രമപ്പെടുത്തി. നിന്റെ ദയാൽ നന്മകളുടെ സന്തോഷം അവൻ്റെ മേലും ഒഴുകുവാൻ അവനെ നീ യോഗ്യനാക്കി. ഭൂമിക്കടുത്തവരായ ഞങ്ങളെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരെ പോലെ റൂഹായിക്കടുത്ത ശുശ്രൂഷയിൽ ക്രമപ്പെടുത്തി. അവർ മുഖാന്തരം സകല ജനവും നിന്റെ ഭവനാവകാശത്തിന് ചേർന്ന് വരുവാൻ സഭാസംബന്ധമായ മറ്റുള്ള വേലക്കാരോടുകൂടെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമ്മാശന്മാരെയും നീ നിയമിച്ചു. കർത്താവേ, ബലഹീനരും പാപികളുമായ ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് അയോഗ്യരും മതിയാകാത്തവരുമായിരിക്കെ ഇതിന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അടുത്തു വരുമാറാക്കിയിരിക്കാൻ നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെടിപ്പില്ലായ്മയിലും അമാർഗങ്ങളിലും വികാരങ്ങളിലും നീ സൂക്ഷിച്ചു നോക്കരുതേ. ഞങ്ങളെയും ഉന്നതമായുള്ള ഈ ശുശ്രൂഷയെയും നിന്റെ ദിവ്യകൃപയുടെ വാസത്തിൽ നിന്ന് നീ മുടക്കരുതേ. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ പരിശുദ്ധനാമ നിമിത്തം ഞങ്ങളോടും നിന്റെ ഇടവക മുഴുവനോടും കൃപ തോന്നണമേ. പട്ടത്ത സംബന്ധമായ ശുശ്രൂഷയുടെ പൂർണ്ണതയ്ക്ക് നിന്റെ പരിശുദ്ധ റൂഹായുടെ ധാരാളമായ നൽവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഈ ശുശ്രൂഷ മശിഹായുടെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെയുള്ള ന്യായവിധിക്കും ശിക്ഷാവിധിക്കും ലജ്ജയ്ക്കും ഞങ്ങൾക്കായി തീരരുതേ. ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ വിശുദ്ധിക്കും വെടിപ്പിനും നിർമ്മലതയ്ക്കും ആശാബന്ധത്തിനും
പരിശുദ്ധവും ബഹുമാനവുമായുള്ള നിന്റെ തിരുനാമ മഹത്വത്തിനും പൊതുവിലുള്ളതും സ്ലീഹായിക്കടുത്തതുമായ സഭയുടെ സ്ഥിരതയ്ക്കും വർധനവിനും പ്രബലതയ്ക്കും മഹിമയ്ക്കുമാക്കി തീർക്കണമേ. നിന്റെ ഏകപുത്രനോടും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായോടും കൂടെ സകല വന്ദനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുൽ സുബാലല്ല ഒൽമിൻ. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ദൈവമേ, പള്ളിക്കൂദാശയുടെ ഈ ദിവസം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും സൗരഭ്യവാസനയായി സ്വീകരിക്കണമേ. അത് തിരുസഭയുടെ സമാധാനത്തിനും ഐക്യത്തിനും അതിൻ്റെ സന്താനങ്ങളുടെ നല്ല കാവലിനും പരിപാലനത്തിനും വളർച്ചയ്ക്കും ജാതികളുടെ മനസ്സ് തിരിവിനും ആശ്വാസത്തിനും സന്തോഷത്തിനും എല്ലാത്തര വേദവിപരീതങ്ങളെയും നീക്കുന്നതിനും സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബ്കുലസ്വാനിൻ ലഅൽമിൻ. ഇപ്പോൾ ഏവർക്കും ഇരിക്കാം. പാഠങ്ങൾ രണ്ടും വായിക്കും. ഒന്നാമത്തെ പാഠം കഴിയുമ്പോൾ ഒരു ഗാനം, അത് കഴിയുമ്പോൾ രണ്ടാമത്തെ പാഠം. ഒന്നാം പാഠമായിട്ട് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 8 വേഴ്സസ് 22 to 30. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ മുൻപാകെ നടന്ന നിൻ്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചും ഇരിക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുൻപാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുൻപാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴികളെ സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എൻ്റെ മുൻപാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനകളിലേക്കും യാചനകളിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമമുണ്ടായിരിക്കുമെന്നും നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർക്കണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു.
അധ്യായം. എബ്രായർ 8. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവൻ്റും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ, പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രയേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രയേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇങ്ങനെ പാഠങ്ങൾ സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും കൂടി ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധകനിയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഫിലിപ്പോസ് കൈസരിയുടെ അംശങ്ങൾ എഴുന്നള്ളിയ ശേഷം ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. എന്നാരെ അവർ ഉണർത്തിച്ചത്, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യായോ മറ്റു പ്രവാചകന്മാരിലൊരുത്തനോ എന്നും പറയുന്നു. അവനവരോട്, എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് എന്ന് ചോദിച്ചു. അതിന് ശിമയോൻ കീപ്പ ഉത്തരമായിട്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ മെസ്സിയാകുന്നു എന്ന് പറഞ്ഞു. യേശു മറുപടിയായി അവനോട് പറഞ്ഞത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാനാകുന്നു. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളെയും ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ മെസ്സിയാകുന്നു എന്നാരോടും പറയരുതെന്ന് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പുമുണ്ടായിരിക്കട്ടെ. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനും മനുഷ്യരാ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഇപ്രകാരം മൂന്നാം ദിവസത്തെ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി
തൻ്റെ പിതാവിൻ്റെ ഭാഗത്തിരുന്നവനും അവസാനമല്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചതേയും മതിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും കാതോലികവും അപ്പോസ്തോലികവുമായ പാപമോചനത്തിനുള്ള മാമോദീസ നിങ്ങളേറ്റു പറഞ്ഞ് ഏൽപ്പിനും വരുവാനിരിക്കുന്നവരെ ജീവനും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈ ശുശ്രൂഷയുടെ പങ്കിന് ഓഹരിക്കുമായി ഞങ്ങളെ നിയമിച്ചവനും മനുഷ്യരുടെ ബോധങ്ങൾക്ക് ജ്ഞാനം നൽകുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധികളെയും ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നതിനുമായി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കരുണകളുടെ ബഹുത്വത്താൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല മാലിന്യത്തിനും ഞങ്ങളെ വെടിപ്പാക്കണമേ. മേഘം പോലെ ഞങ്ങളുടെ പാപങ്ങളെയും മഞ്ഞ് പോലെ ഞങ്ങളുടെ അന്യായങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ ശക്തിയിൽ നിന്നും നിന്റെ ഏകപുത്രൻ്റെ കൃപയിൽ നിന്നും സകലത്തിലും പരിശുദ്ധനായ നിന്റെ റൂഹായുടെ വ്യാപാരത്തിലും ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ ഞങ്ങളെ കൊള്ളുന്നവരാക്കണമേ. നിന്റെ പരിശുദ്ധ നാമത്തിന് യോഗ്യമാകുന്നതുപോലെ നിന്റെ സന്നിധി നിന്ന് സേവിപ്പാനും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ കണ്ടെത്തുമാറാകണമേ. കർത്താവേ, നീ ദയാലുവും നിന്നെ വിളിക്കുന്നവരും നിന്നിൽ ആശ്രയിക്കുന്നവരുമായ എല്ലാവരോടും കരുണസമ്പൂർണ്ണമാകയാൽ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ചേർച്ചയുള്ളതാകുന്നു. ഹോശോ വബക്കുൽ. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമായ കർത്താവേ, പല ഭാഗങ്ങളിലായി പല പ്രകാരേണയും ഞങ്ങളോടുള്ള നിന്റെ മനുഷ്യ സ്നേഹത്തെ നീ കാണിച്ചു. നിന്റെ വിശുദ്ധ സഭയെ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നീ നിലനിർത്തി. സ്വർഗീയമായതും ദൈവദൂതന്മാർക്കടുത്തതുമായ ശുശ്രൂഷയുടെ ദൃഷ്ടാന്തമായിരിക്കാൻ പട്ടത്വത്തിൻ്റെ ക്രമത്തെ നീ മനസ്സോടെ സ്ഥാപിച്ചു. വഴുതെറ്റിൻ്റെ വ്യർത്ഥമായ പുറജാതി മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി. ദൈവമാകുന്ന നിന്നെ മാത്രം ശുശ്രൂഷിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർത്തു. ഞങ്ങളുടെ നാഥനായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നുവെങ്കിലും ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിന്റെ കൃപയുടെ ശ്രേഷ്ഠമേറിയ ഒഴുക്ക് നീ ഞങ്ങളെ കാണിക്കണമേ. സകലത്തിലും നീ ഞങ്ങൾക്ക് സഹായകനായിരിക്കണമേ. ഞങ്ങളുടെ ദൈവവും പിതാവുമായ നിന്റെ ഏകപുത്രൻ്റെയും സകലത്തിലും പരിശുദ്ധനായ നിന്റെ ഏകറുഹായുടെയും സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധമായതും രക്തം കൂടാത്തതുമായ മാർഗത്തിൻ്റെ സ്വീകരണത്തിന് കൊള്ളാവുന്നവരായിരിക്കത്തക്കവണ്ണം കൃപയുടെ തൈലം കൊണ്ടും ആത്മാവാകുന്ന മൂറോൻ കൊണ്ടും ഈ മധുബഹായെ നീ ശുദ്ധീകരിക്കുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ രാജ്യത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എന്നതുപോലെ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന് വേണ്ടിയും നിന്നോട് പ്രാർത്ഥിപ്പാനും സത്യവിശ്വാസത്തോടും കുറ്റം കൂടാത്ത ജീവിതത്തോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട കർത്തൃസംബന്ധമായ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുമിശിഹായുടെ വിലയേറിയതും നീതീകരിക്കുന്നതുമായ രക്തത്തിൽ നിന്നും ആസ്വദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് പ്രതിവാക്യമായി കുറിയേലായിസോൻ എന്ന് പറയണം. ന്യായമായ പ്രമാണത്തിനടുത്തവയും നിഴലായുള്ളവയുമായ ശുശ്രൂഷകളെ ജഡപ്രകാരമുള്ള തൻ്റെ വരവിനാൽ ആത്മീയമായും ശക്യമുള്ളവയും ആക്കി തീർക്കുകയുമായ ഇഷ്ടപ്പെട്ട പ്രധാനാചാര്യനും
ഞങ്ങളുടെ രക്ഷയുടെ സ്ലിഹായുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുണ്ടാക്കുന്ന തൻ്റെ സ്ലീബായെ വന്ധ്യമായതും ആദ്യത്തേതുമായ മധുബഹയായി ശുദ്ധീകരിക്കുകയും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി പിതാവായ ദൈവത്തിന് തന്നെ യാഗമായി അർപ്പിച്ച മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയാ പ്രവാചകന്റെ മേൽ അഗ്നിയെ അയച്ചവനും ജീവനുണ്ടാക്കുന്നവനും സാരാംശത്തിൽ തന്നോട് തുല്യമായിരിക്കുന്ന നിന്റെ റൂഹായെ കൃപയുടെ മധുബഹായിന്മേൽ അയക്കുന്നവനുമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടും നിർമ്മല നടപടികളോടും കൂടെ ഞങ്ങളുടെ അവസാന ശ്വാസത്തോളം ചാഞ്ഞു പോകാത്തവരും ഇളകാത്തവരുമായി ഞങ്ങൾ പരിപാലിക്കപ്പെടേണ്ടതിനും വേണ്ടി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സർവലോകത്തിൻ്റെയും നിരപ്പിനും സമാധാനത്തിനും ഐക്യമത്തിനും വേണ്ടി നിന്റെ സഭയിലും നിന്റെ ജീവനിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിന്റെ നിരപ്പും സമാധാനവും വസിക്കേണ്ടതിനു വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് പറയണം. കരുണകൾ വളരെയുള്ളവനായ ദൈവമേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ അയച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പട്ടത്തുവേലയെ നീ പൂർണ്ണതപ്പെടുത്തണമേ. ഈ മേശയെ നാശമില്ലാത്തവയും സ്വർഗീയമായ നിന്റെ രഹസ്യങ്ങൾക്ക് ചേർച്ചയുള്ളതും വിശുദ്ധ മദ്ബഹായ തിരമാലകളുടെ ഇടയിൽ അലയുന്ന ആത്മാക്കൾക്ക് തുറമുഖമായും ആലോചനകളുടെയും വിശേഷ നടപടികളുടെയും സകല പരിചയങ്ങളുടെയും മാലൂമിയായും മനസ്സോടും മനസ്സുകൂടാതെയുമുള്ള പാപങ്ങളിൽ നിന്നുള്ള തിരുവിനായും കുറ്റമുള്ള മനസാക്ഷിയിൽ നിന്നുള്ള വിടുതലിനായും ഉത്തമ നടപടികളുടെ താല്പര്യത്തിനായും സകല നീതിയുടെയും പൂർണ്ണതയ്ക്കായും ആക്കി തീർക്കണമേ. സത്യദൈവമായുള്ളവേ, അംഗീകാരയോഗ്യമായി ഞങ്ങളെയും എല്ലാ ബഹുമാനങ്ങളിൽ നിന്നും എല്ലാ ഭവനകാര്യങ്ങളിൽ നിന്നുമുള്ള സമ്പാദ്യത്തെയും നിനക്ക് കാഴ്ചവെപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ദൈവമേ, നീയും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായും വാഴ്ത്തപ്പെട്ട ദൈവമാകയാൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലായ്പ്പോഴും ചേർച്ചയുള്ളതാകുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആചാര്യ സംബന്ധമായി മേശയും അതിൻ്റെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുമുള്ള ഏകറൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഭസ്മോദാബോ ഉദാബരോ വദറുഹോഹായോ കാദിശോ ദലഹായേ ദലോലം ഉൽമീൻ.
ലംഘനങ്ങളാകുന്ന സകല അശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. Kadisho Delahaye Delolam Ulmin. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. Basmodabo Udavaro Vadaruhoy Kadisho Delahaye Delawalam Ulmin. ദൈവവചനത്തിൻ്റെ വായനയ്ക്കും വ്യാഖ്യാനത്തിനുമായി ഈ പീഠം വേർതിരിക്കപ്പെടുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഈ പള്ളി ലംഘനങ്ങളാകുന്ന സകല ശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഈ മാമോദീസ തൊട്ടി വിശുദ്ധിക്കും പുതുക്കത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഭസ്മോദാബോ ഉദാവരോ വദറുഹോഹായോ കാദീശോ ദലഹായേ ദലവോലം ഉൽമീൻ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി
ഞാനെന്തോ ഇപ്പോളെന്തോ ചെയ്യേണ്ടു കൊണ്ടെൻ്റെ ഉള്ള പരിശുദ്ധനവൻ തിരുവാസം സീനായ് മലമേലുറപ്പിച്ച അതിനെ ശ്രുതി വരുത്തിയവോ തന്നുടെ വാസം സ്ലീഹരിലും നന്നായി ചെയ്തൊരു തിരുഹിതമായി ആലയത്തിൽ വന്നു വസിക്കണമതിമോദാലെന്നും പാവനമായതുമേ കാക്കണമേ കരുണേശ്വരനെ മള്ളികമേൽ സ്നേഹന്മാരിൽ മരുവിയ റൂഹ ഇപ്പോഴീ വിമലമനാമി മന്ദിരത്തിൽ അമരണമേ ശുചിയാകേണമേ. റൂഹ നിന്നോടെ സഹവാസം വന്നിടണമേ നിവിടത്തിൽ തവ കൃപയാൽ ശുചിയാകേണമേ. രണ്ടും വിധമാശ്ലീഹന്മാർക്കനുഗ്രഹമേകിയ വലം കയ്യേ നിന്നുടെ മന്ദിരമതിൽ നീട്ടി പ്രാവിൻ വടിവിൽ വിരുവിനോടെ തനയൻ തൻ ശിരസിൽ വാണ പരിശുദ്ധാത്മാവസിച്ച് ആലയത്തിൽ ശുചിയെ ഏറ്റവും ശുദ്ധി വരുത്തിയിടും ഒറ്റവനായിടും ദൈവം ശുദ്ധി വരുത്തും ദേവേശം വിശുദ്ധ
പിതാവിനു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കൃപയെ ഞങ്ങൾ കൈക്കൊള്ളുകയും നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും നിമിത്തം ഞങ്ങൾ നിന്നോടധികം നന്ദിയുള്ളവരായി നിന്റെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ മേലും നീ പകർന്നു കൊടുത്ത കൃപാഭാവികളായി ഞങ്ങളിൽ നിന്ന് വിരോധിക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ലോ. എന്നാലോ ദൈവം കരുണയുമുള്ളവനായി ഞങ്ങളുടെ അടുക്കലോളം അതിനെ ഇറക്കി തന്നു. നിന്റെ ശ്രേഷ്ഠതയോട് ഞങ്ങൾ ചോദിപ്പാനും ഞങ്ങൾ ചോദിക്കുന്നവയെ പ്രാപിപ്പാനും ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും നീ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ. ഇവയ്ക്കെല്ലാറ്റിനുമായി സകലത്തിലും ബഹുമാനമുള്ള നിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ ശുദ്ധീകരണത്തെ നീ പൂർത്തിയാക്കണമേ. ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മധുബഹായുടെ മുൻപിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിൽപ്പാനും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായി യാഗമതിലർപ്പിപ്പാനും ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ന്യായവിധിക്കും ശിക്ഷാവിധിക്കുമായി തീരരുതേ. എന്നാലോ പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും നിന്റെ സർവ്വജനത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഭവിക്കുമാറാകണമേ. മഹാഭംഗിയുള്ള നിന്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമം ശുദ്ധീകരിക്കപ്പെട്ടതും മഹത്വീകരിക്കപ്പെട്ടതുമാകുന്നു. ഹോശോ വബകുലുസുവാൻ ലൽമീ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ഒരു പാട്ട് ഗായകസംഘം പാടുന്ന സമയത്ത് സ്തോത്രാഴ്ച സ്വീകരിക്കും. show.
സ്തോത്രകാഴ്ചയ്ക്ക് പ്രാർത്ഥിക്കും. സകല ദാനങ്ങളുടെയും ഉറവിടവും ഉൽപ്പത്തിസ്ഥാനവുമായ ഞങ്ങളുടെ സുഖസ്ഥിതാവേ, അനുഗ്രഹിതമായ നല്ല നിമിഷത്തിനായി നന്ദന ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്നും തിരുസന്നിധിയിൽ തിരുമുൽക്കാഴ്ചയെ അർപ്പിച്ചിരിക്കുന്നതായി സ്തോത്രകാഴ്ചയെ അങ്ങയുടെ സ്വീകരിക്കണം. അങ്ങയുടെ നാമമഹത്വത്തിനായി, അങ്ങയുടെ സുവിശേഷ വ്യാപനത്തിനായി ഇത് ഉപയുക്തമാക്കണമെന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിലുള്ള യാചന കേൾക്കണം പരമപിതാവേ, ആമേൻ. ദാശ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. നമ്മൾ ഇതിനോട് തുടർന്ന് തന്നെ പബ്ലിക് മീറ്റിംഗ് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. ഒരു 5 മിനിറ്റിനകം തന്നെ പബ്ലിക് മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ദയവേത് എല്ലാവരും അവസാന ഭാഗം വരെ എല്ലാവരും പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ പേർ ഷിജി വർഗീസ്. ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഈ നിമിഷത്തിലേക്ക് സാക്ഷികളായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Where does my help come from?
My help comes from the Lord, the maker of heaven and earth. Psalms 121, verses 1 and 2. My name is Sanjay Cherian. I'm a member of this church and I teach our young adults in Sunday school. We will be your MCs for today's function. Today sees the addition of a new feather in the cap of the Malankara Marthoma Syrian Church. I invite each and every one of you to this public program. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ തലപ്പാവിൽ ഒരു പുൻതൂവൽ കൂടി. പ്രാരംഭമായി ഓപ്പണിംഗ് പ്രെയർ. അനുഗ്രഹീതനായ ഇടവക പട്ടക്കാരൻ, കോത്തന്നൂർ ഇടവകാംഗം, ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, ഭദ്രാസനത്തിലെ സീനിയർ പട്ടക്കാരൻ, സർവ്വ ആദരണീയനായ ദിവ്യശ്രീ MC ജോഷുവ കശീശായെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Reverend MC Joshua Chin is a senior priest in the Marthoma Church and also a beloved member of this church, who is very highly regarded, especially for his passion to introduce new technology in worship and by the lay leadership. He will deliver the opening prayer. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മലങ്കര മാർത്തോമ സഭയുടെ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാൽ വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ഈ പള്ളിക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗവും ദൈവത്തെ ഉൾക്കൊള്ളുവാൻ മതിയായതല്ലാതിരിക്കെ എന്ന് ശലോമോൻ പറഞ്ഞെങ്കിലും യോഹന്നാനിൽ കൂടി ഞങ്ങൾ വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് ഉള്ള അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിച്ച നിൻ്റെ തിരുവതാരത്തിനായി, നിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഇതിനെ അധ്വാനിച്ചതായിട്ടുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകിയതായിട്ടുള്ള വികാരി ബെന്നി മാത്യുസിനെയും സഹകരിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകിയവർ, സാമ്പത്തികമായിട്ട് ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചവർ, വിവിധ രംഗങ്ങളിൽ ഇത് പൂർത്തീകരിക്കുന്നതിന് സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ ഇതിൻ്റെ സന്നിധിയിൽ ഓർത്ത് അവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ വരുന്നത്, ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ മഹത്വീകരിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുമല്ലോ. ഞങ്ങളെ ഇവിടെ പാടുന്നതും സ്തുതിക്കുന്നതും നിന്നെ മഹത്വീകരിക്കുന്നതിനും അതോടൊപ്പം തിരുവചനം, തിരുഘോഷണം ഞങ്ങളുടെ ആത്മീയ പ്രബുദ്ധതയ്ക്കും ഇടയാക്കുന്നു. അങ്ങനെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടുത്തെ സാന്നിധ്യം നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തതായുള്ള അവിടുത്തെ വാഗ്ദത്ത നിവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വരുന്ന ഒരു ദൈവസ്നേഹം അനുഭവിപ്പാനിടയാക്കണമേ. ഈ പ്രദേശത്തിന് ഇത് സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രകാശം നൽകുന്ന ഒരു കേന്ദ്രമായി തീരുവാനിടയാക്കണമേ. പരസ്പരം സ്നേഹിപ്പാനും വഹിപ്പാനും ക്ഷമിപ്പാനും മാതൃകയുള്ള ജീവിതം നയിപ്പാനും ലോകത്ത് മുഴുവൻ കർത്താവിൻ്റെ മനോഹരത്വം സൗരഭ്യവാസന പ്രസരിക്കുവാനും ഈ ഇടവക, ഈ പള്ളി ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടുന്നു വന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വിവിധ രംഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ആളുകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അഭിവന്യ തിരുമേനി, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷയ്ക്ക് സഹകരിക്കുകയും നേതൃത്വം ചെയ്യുന്ന എല്ലാവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ വീണ്ടും കർത്താവെ നിന്നെ സ്തുതിക്കുന്നവരും നിന്നെ മഹത്വപ്പെടുത്തുന്നവരും അതോടൊപ്പം ആത്മീയ പ്രബുദ്ധത അതിൽ കൂടി ഉൾക്കൊള്ളുന്നതിനും ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. യേശു തമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.
നന്ദി വൈദിക ശ്രേഷ്ഠ. ത്യാഗോജ്വലമായ ശുശ്രൂഷയുടെ പര്യായം ഇടവകയുടെ ആദ്യ പൂർണ്ണസമയ വികാരിയും നാം ഇന്ന് കാണുന്ന തരത്തിൽ ഈ ദേവാലയത്തെ പ്രതിഷ്ഠയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം കോത്തന്നൂരിന് നൽകിയ സമ്മാനവും അഭിമാനവുമായ ബഹുമാനപ്പെട്ട ദിവ്യശ്രീ ബിന്നി മാത്യു എം കശീശയെ സ്വാഗത പ്രസംഗത്തിനായി വിനയപൂർവ്വം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Next, we're going to call upon the person who has most devoted himself to the realization of this new church, someone whose drive and passion and tenacity has been a constant inspiration. This person is none other than our vicar, Reverend Benny Matthew Achan. Please come forward to give us a welcome address. Greetings to you all in the marvelous name of our Lord and Savior Jesus Christ. I am standing here with mixed emotions. I am thankful to Almighty God for His grace and guidance, which helped us to complete the construction of the church in a short span of time. I am thankful to my people who stood with me as a solid rock to move ahead with great enthusiasm. ഈ കൊത്തന്നൂർ കുടുംബത്തിൻ്റെ ആരംഭവും ഇന്നായിരിക്കുന്ന അവസ്ഥയും അതിൻ്റെ പിന്നിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവിക കൃപയും പങ്കുവെക്കുക എന്നാൽ മാത്രമേ ഈ ഒരു സ്വാഗത പ്രസംഗം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നായി മാറിത്തീർത്തുള്ളൂ. 2016 ജാനുവരി 24 സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച കൊത്തന്നൂർ കോൺഗ്രിഗേഷൻ്റെ യാത്ര, അതിനുശേഷം സയാക്സിലേക്കും അതിന് ശേഷം അവർ സെൻറ്ററിലേക്കും അതിനെ തുടർന്ന് ക്രിസ്ത്യൻ കോളേജിലേക്കും മാറി മാറി കൂടാരമടിച്ച ഒരു കുടുംബമാണ് കൊത്തന്നൂർ കുടുംബം. എന്നാൽ വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മുന്നമേ ഇസ്രയേലിൻ്റെ നായകൻ മുന്നമേ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു അനുഗ്രഹവും ആ ഒരു കൃപയുമാണ് ഇന്ന് ഈ ഒരു ദൈവാലയം പണിയൊന്ന് പൂർത്തീകരിപ്പാനും ഇന്ന് ആ ഒരു കൂദാശ നിർവഹിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചത്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1 Kings 19:7 പറയുന്നത് പോലെ എലിയാവിനോട് പറയുന്നു, "Arise and eat, for the journey is too great for you." That was the source of our motivation. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങൾ ലഭിച്ചു. ഓരോ ഇടങ്ങളും ലഭിച്ച ആളുടെ സമയത്ത് അവിടെ സ്ഥിരം ആക്കുവാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങളുടെ ദൈവം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ഇടവജനങ്ങളോട് പറയും, കൂടുകളെ കൂടിളക്കി പറക്കുവാനായി ഞങ്ങളെ ശീലിപ്പിച്ചു. വ്യത്യസ്തമായിട്ടുള്ള കൂടുകളെ ഞങ്ങൾക്ക് നൽകിയ ദൈവം ഏതെങ്കിലും ഒരു ക്യൂട്ടിൽ ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതല്ല ഞങ്ങളുടെ കൂടെ എന്ന്. ആ സമയത്ത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് ഇളക്കി വിട്ടു. കമോൺ, ലെറ്റ് us മൂവ് ahead. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചിരുന്നു. ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തുകൊണ്ടും ഇന്നത്തെ കൂദാശയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. അഭിമന്യ Right Reverend Dr. Matthew Mar Makarios Episcopa, a bishop with a unique vision regarding the mission and youngsters of our mission fields. Under Tirumeni's able leadership, regional youth conferences are conducted every year in different places, which are the true example of his wider vision. A teacher by profession with wider reading and always choose to lead a humble life. During the initial process of purchasing the land and construction of church, Tirumeni used to investigate upon the legal clarity of this piece of land. By God's grace, we could get a clear title property. Tirumeni could lay the foundation stone on 18th October 2018. And we are happy to have him as the chief celebrant of our dedication ceremony today. On behalf of Kotanur Marthoma family, I extend warm welcome to our most beloved Tirumeni, Dr. Matthew Mar Makarios Episcopa. Professor Father Dr. Matthew Chandrangunel,
Director of Ecumenical Christian Center, Whitefield, Bangalore, is a well-known figure among the Christians. Achan is the first director from a Catholic province to ECC. Achan, we are very happy to have you among the Marthoma communities in Bangalore. We hope and pray that under Achan's able leadership, ECC may attain greater heights through the initiatives that you bring in to fulfill the vision of late Reverend Dr. M.A. Thomas. We extend our warm welcome to Father Matthew Chandragunel. Reverend Biju S. Cherian. Personally, I will say my elder brother who is always there to help and guide me. An able administrator who can be approached at any time, even in his busy schedule as the diocesan secretary and vicar of Ebenezer Marthoma Church, Jalahalli, and always keeps a smile on his face. And with a deep sense of gratitude, we welcome you for this dedication ceremony. Reverend Thomas John A., Sabha Council member, former vicar of Jerusalem Marthoma Church, Hebbal, Bangalore. Presently, he is serving as the vicar of St. Thomas Marthoma Church, Hyderabad. Achan visited the site during the construction time and offered a substantial support for the church construction. He's a good writer with a wider vision of mission. Dear Achan, we welcome you to this auspicious occasion. Reverend M.C. Joshua, Achan is a member of this parish and playing an affectionate role for the entire congregation. Achan's creativity and ideas in bringing out the best of technology for the use of worship is commendable. Dear Achan, we welcome you to this dedication ceremony of our church. Reverend A.C. Kurian, a dedicated missionary of Marthoma Church. Currently, the missionary for Devanahalli Mission, Achan touches upon the lives of poor villagers, and he can be truly called as an apostle of the land. Achan is here representing the whole mission fields of Karnataka. Dear Achan, we are very happy to have you in the dedication ceremony of our church. We extend warm welcome to you. Sri B.A. Basavaraj, MLA from K.R.Pura constituency, who is always with us all through the growth of our church. Dear MLA sir, we welcome you to this auspicious occasion. Mr. Kunju Varghese Cherian, an ardent supporter of Marthoma Congregation Kothunur from its inception. Being a Sabha Council member, he is the voice of the lay community of the church. We are proud to welcome you to our inaugural ceremony of our God-gifted church, for which you have played an integral role.
we welcome you to this occasion, sir. Bangalore Center Achens. We welcome wholeheartedly all Achens and family from Bangalore Center and Mission Fields. Achen from sister churches, especially from St. Norbert School. We welcome all the members of different parishes from Bangalore Center and Mission Fields, along with the respective Achen. We welcome you all. Mr. Philip George, Minority Cell, KPCC, Member of Christian Development Council, Government of Karnataka, and Congress DCC Secretary for Bangalore North. Dear sir, we welcome you to this inaugural ceremony of our church. Advocate Mrs. Akama Jacob, Associate Treasurer of United Christians Forum for Human Rights. She was a former member of Christian Development Council and Government of Karnataka and a member of Ebenezer Marthoma Church, Jalahalli. Dear Madam, thank you so much for your presence. We welcome you to this auspicious occasion. Mr. Sunil Thomas Kutangiril, Council Member of Chennai Bangalore Diocese, Member of Jerusalem Marthoma Church Hebbal, and Congress DCC Secretary for Bangalore North. He plays a major role in the activities of publicity regarding the programs of Marthoma Church in Bangalore. Dear Sunil sir, we welcome you to this auspicious occasion. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് a warm welcome to all our donors, sponsors and well-wishers. We have planned for separate honoraries program in the course of the function. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ യാത്രയിൽ എന്നോട് കൂടെ ഇരുന്ന എൻ്റെ ജനം, എൻ്റെ കൊത്തന്നൂർ കുടുംബത്തിലെ എൻ്റെ ജനം, അവരെ ഞാൻ മറക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തോട് ചെയ്യുന്ന മഹാപാതകമായിരിക്കും. അവരില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ദൈവാലയം ഇവിടെ അസാധ്യമായിരുന്നു. ഉണ്ടായിരുന്നതുകൊണ്ടല്ല, ഇല്ലാതിരുന്നിട്ടും കൊടുക്കുവാൻ നല്ല മനസ്സ് കാണിച്ച ഒത്തിരി അംഗങ്ങളുള്ള ഒരു കൊച്ചിടവകയാണ് കൊത്തനൂർ കോൺഗ്രിഗേഷൻ. ചിലർ സാമ്പത്തികമായിട്ട് സഹായിച്ചു, ചിലർ പ്രാർത്ഥനയിലൂടെയും ശാരീരികമായിട്ടും അധ്വാനം കൊണ്ടും ഈ ഇടവകയെ സഹായിച്ചവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞാൽ ഐ വിൽ സീ മൈ പീപ്പിൾ നെക്സ്റ്റ് ടു മൈ ഗോഡ്. എൻ്റെ ജനമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തന്നെ ഓടുവാനായിട്ട് ഒരിക്കലും സാധിക്കയില്ലായിരുന്നു. എൻ്റെ ബലവും എൻ്റെ ശക്തിയും എൻ്റെ ഈ കൊത്തനൂർ കുടുംബത്തിലെ എൻ്റെ അംഗങ്ങളായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കുടുംബത്തെ തന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ചോടിയപ്പോൾ ക്ഷീണമില്ലാതെ ഓട്ടം തീർക്കുവാനായി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്നല്ലാതെ തന്നെ ഒത്തിരി പേര് സഹായിച്ചവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ നന്ദിയോടെ വ്യത്യസ്തമായ തരങ്ങളിൽ ഞങ്ങളെ ശാക്തീകരിച്ചവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും ഈ ഒരു വലിയൊരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ ബെന്നിയച്ഛനോടുള്ള ആദരസൂചകമായി പ്രിയ കശീശായെ ആദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
ബെന്നിയച്ചൻ. പ്രിയ ബെന്നിച്ചായൻ എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ കുര്യൻ സെക്രട്ടറി കുര്യൻ വർഗീസിനെ സ്വാഗതം ചെയ്യുവാനായി ബൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്യാനായി ക്ഷണിക്കുന്നു. നന്ദി ബെന്നിയച്ചൻ. ഓരോ മർത്തോമക്കാരനും ഒരു സുവിശേഷകനാണെന്നുള്ള ദർശനത്തിൻ്റെ പ്രചാരകൻ, മിഷൻ ഫീൽഡുകൾക്ക് സുപരിചിതൻ, സമാധാനകാംക്ഷിയും കോത്തന്നൂർ ഇടവകയുടെ ഭരണസാന്നിധ്യം വഹിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ കുര്യൻ വർഗീസിനെ റിപ്പോർട്ട് അവതരണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. The secretary of our Kothanur congregation, Mr. Kuryan Varghese, has been a constant believer in the motto, "Every Marthomet is an evangelist." He desires a future of peace for all through his support of social service and Christian mission. Please come forward to present the report. റിപ്പോർട്ടിന് മുമ്പ് let me invite our MLA, Sri B.A. Baswaraj sir of KR-Pura constituency to felicitate our congregation this particular occasion, please. ಎಲ್ಲರಿಗೂ ಈ ಶುಭ ಸಂಜೆಯ ನಮಸ್ಕಾರಗಳು. ನಿಜವಾಗೂ ಕೂಡ ಇವತ್ತು ನನಗೆ ಭಾಳ ಸಂತೋಷ ಆಗ್ತದೆ. ಇಲ್ಲೊಂದು ದೇವಾಲಯವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಈ ಭಾಗದಲ್ಲಿ ನೆಲೆಸಿರ್ತಕ್ಕಂಥ ತಮಗೆ ಇಲ್ಲಿ ಒಂದು ಪೂಜಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಲಿಕ್ಕೆ ಅನುವು ಮಾಡಿಕೊಟ್ಟಂಥ ಈ ದೇವಸ್ಥಾನ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೆ ನಾನು ಧನ್ಯವಾದಗಳು ಹೇಳ್ತಾ, ಇವತ್ತು ಇಲ್ಲಿ ಆರ್ಚ್ ಬಿಷಪ್ ಅವರು ಬಂದಿದ್ದಾರೆ ಮತ್ತು ವೇದಿಕೆ ಮೇಲೆ ಅನೇಕ ಮುಖ್ಯ ಅತಿಥಿಗಳು ಬಂದಿದ್ದಾರೆ. ನಾನು ಅವರೆಲ್ಲರಿಗೂ ಕೂಡ ಈ ಭಾಗದ ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ನಮಸ್ಕಾರಗಳನ್ನು ತಿಳಿಸಲಿಕ್ಕೆ ಬಯಸ್ತಾ, ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರಬೇಕು ಅಂದಾಗ ಭಾಳ ಸಂತೋಷದಿಂದ ನಾನು ಬಂದಿದ್ದೇನೆ. ನಾನು ಎಲ್ಲಿ ಚರ್ಚ್ ಓಪನ್ ಆಗ್ತದೆ ಅಲ್ಲಿ ಖಂಡಿತವಾಗಿ ನಾನು ಇರ್ತೇನೆ. ನನ್ನ ಕೈಲಾದಂಥ ಸಹಕಾರವನ್ನು ಕೂಡ ನಾನು ಕೊಟ್ಟಿದ್ದೇನೆ, ಮುಂದೇನೂ ಕೂಡ ಕೊಡ್ತಾ ಇರ್ತೇನೆ. ಸೊ ಹಾಗಾಗಿ ಏನೋ ಒಂದು ಈ ಚರ್ಚ್ ದೇವಸ್ಥಾನಗಳ ಬಗ್ಗೆ ನಮಗೆ ಒಂದು ಅನ್ಯಭಾವ ಸಂಬಂಧ. ಹಾಗಾಗಿ ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಿದ್ದೇವೆ. ನಿಮ್ಮೆಲ್ಲ ನೋಡುವಂಥ ಭಾಗ್ಯವನ್ನು ನಮ್ಮ ವರ್ಗೀಸ್ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ನಾನು ಎಲ್ರಿಗೂ ಕೂಡ ಒಳ್ಳೆಯದಾಗಲಿ, ಶುಭವಾಗಲಿ ಅಂಥೇಳಿ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ಶುಭವನ್ನು ಹಾರೈಸಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಮಾಡಿ ನಾನು ಮಾತು ಮುಗಿಸ್ತೇನೆ. ಏನು ನನ್ನ ಕಡೆಯಿಂದ ಸಹಕಾರ ಬೇಕೋ, ನನ್ನ ಮನೆ ಇಲ್ಲೇ ಪಕ್ಕದಲ್ಲೇ, ಐ ಆಮ್ ವಿತ್ ಯು, ಎನಿ ಟೈಮ್ ಯು ಕ್ಯಾನ್ ಕಮ್, ಐ ಕ್ಯಾನ್ ಡೂ ಮೈ ಬೆಸ್ಟ್. ಏನು ಮಾಡಬೇಕು ಅನ್ನೋದು ನಾನು ಖಂಡಿತ ಮಾಡಿಕೊಡ್ತೀನಿ. ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್.